ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്, കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്, സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക, അത്യുന്നതൻ നൽകിയതുപോലെ തന്നെ. പ്രഭാഷകൻ്റെ പുസ്തകം നമ്മോട് പറയുന്നത് വളരെ വിശുദ്ധമായി ജീവിക്കേണ്ടത്, ദൈവത്തോടുള്ള നമ്മുടെ കടമകൾ, പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ മേഖലയിൽ എങ്ങനെ നിറവേറ്റണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്, കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്, സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക, അത്യുന്നതൻ നൽകിയതുപോലെ. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളാണിത്. സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ലുബ്ധ കാട്ടാറുണ്ട്. അതായത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ദൈവത്തിന് കൊടുക്കാൻ, പാവപ്പെട്ട മനുഷ്യർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ, അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ലുബ്ധ കാട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടമില്ലാതെ കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം വാടാറുണ്ട്. ചിലപ്പം നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവരുടെ മുഖം വാടുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം പറയാം, അത്യുന്നതൻ നൽകിയതുപോലെ തന്നെ ദശാംശം കൊടുക്കുക. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുക അവനോട് അവൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ചോദിക്കുമ്പോഴാണ്. നമ്മുടെ പലവിധ ആവശ്യങ്ങൾക്ക് നമ്മൾ പണം ചോദിക്കാറുണ്ട്. പള്ളിയുടെ ആവശ്യത്തിന് ചോദിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ പല വിധത്തിലും പണം കയ്യിലുണ്ട് എന്ന് ബോധ്യമുള്ളവരോട് നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മളത് ചോദിക്കുമ്പോൾ അവരുടെ മുഖം വാടുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അതിൽ നിന്നും അവരുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ഈ സ്വഭാവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഭാഷകൻ എഴുതി വച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിച്ച ഈ വചനമാണിത്. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്, കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്, സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക, അത്യുന്നതൻ നൽകിയതുപോലെ തന്നെ. ലുബ്ധ കാട്ടുന്നത് എന്തിനാണ്? എനിക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ലുബ്ധ കാട്ടുന്നത്. എനിക്കിഷ്ടമില്ല കൊടുക്കാൻ. ഞാനതുകൊണ്ട് വളരെ വളരെ പിശുക്കി ഞാൻ കൊടുക്കും. കൊടുക്കാൻ അർഹതപ്പെട്ടത് എനിക്കുണ്ടെങ്കിലും ഞാൻ കൊടുക്കുന്നില്ല. മുഖം വാടുന്നത് എന്തുകൊണ്ടാണ്? ഇത് ആർക്കാണ് കൊടുക്കുന്നത് എങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എനിക്കുള്ള ഒരു വിഷമമുണ്ട്. എൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ പണം, എൻ്റെ വസ്തുക്കൾ എന്തെങ്കിലും അതെൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അല്ലാതെയായിട്ട് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ മുഖം വാടും. എന്തുകൊണ്ടാണ് മുഖം വാടുന്നത്? ഹൃദയത്തിൽ അതിന് സ്ഥാനമുള്ളത് കൊണ്ടാണ് മുഖം വാടുന്നത്. എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ അങ്ങ് വേരൂന്നിയിരിക്കുകയാണ് എൻ്റെ സമ്പത്ത് മുഴുവനും. അപ്പോൾ അതിലൊന്ന് അല്പം ആഴത്തിൽ വേരൂന്നിയത് ആ സമ്പത്തിനെ ഒരല്പമെങ്കിലും ഞാൻ പറിച്ചെടുക്കുമ്പോൾ, വേരുകൾ അവിടെ നിന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ഹൃദയത്തിന് വേദനിക്കും, അവിടെ മുറിവുണ്ടാവും, അവിടെ ചോര വരും. ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഞാനതിന് സ്ഥാനം കൊടുത്തു. അതാണ് ഈശോ പറഞ്ഞത്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിൻ്റെ ഹൃദയവും എന്ന്. സമ്പത്തിലാണ് ഞാൻ എൻ്റെ ഹൃദയം വെച്ചിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും അതുകൊണ്ടാണ് അത് വേദനിക്കുന്നത്. അപ്പം ഹൃദയത്തിലേക്ക് ഒരിക്കലും നമ്മുടെ ജീവിത സൗകര്യങ്ങളും നമ്മുടെ സമ്പത്തും നമ്മുടെ സുഖസൗകര്യങ്ങളും ഒന്നും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കരുത്. പലരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ്. പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. പണമുണ്ടാക്കാൻ വേണ്ടി ഞാൻ പണിയെടുക്കുന്നു, ഞാൻ അമിതമായി പണിയെടുക്കുന്നു, ഓവർ ടൈം ഞാൻ ജോലി ചെയ്യുന്നു. എന്തിനു വേണ്ടി? അതിനനുസരിച്ച് എനിക്ക് പണം കിട്ടും. ഈ പണമെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കൂട്ടി വെക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ജീവിക്കുന്നത്
ഞാൻ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ജോലി ചെയ്യാൻ വേണ്ടിയാണ്, ജോലി ചെയ്ത് കിട്ടുന്ന പണം എനിക്ക് കൂട്ടി കൂട്ടി വെക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറി. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നം വന്നാൽ, ആരോഗ്യമുള്ള സമയത്ത് മുഴുവനും ഞാനിങ്ങനെ പണമുണ്ടാക്കാൻ വേണ്ടി ജീവിക്കും. എൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു കാലഘട്ടം വരും. എൻ്റെ കൈയൊക്കെ ദുർബലമാകുന്ന ഒരു നിമിഷം വരും. ദുർബലമാകുന്ന ഒരു നിമിഷം വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കൈ ലൂസായി പണം ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മറ്റാരെങ്കിലുമൊക്കെ അത് കൊണ്ടുപോകാനായിട്ട് തുടങ്ങും. എനിക്ക് മുറുക്കെ പിടിക്കാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരും. ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ അല്ലെങ്കിൽ കിടക്കുന്ന കിടപ്പിൽ ഞാൻ വേദനിച്ചുകൊണ്ടേ ഇരിക്കും. എൻ്റെ ആ വേദന വലിയ ഒരു വേദനയായി, ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു വേദനയായിട്ട് തീരും. സമ്പത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ സമ്പത്തുണ്ടാകുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് അനുഗ്രഹപ്രദമായ ഒരു സമ്പത്ത്, അനുഗ്രഹമാകുന്ന സമ്പത്തുണ്ട്. അനുഗ്രഹമാകുന്ന സമ്പത്തുമുണ്ട്, ശാപമാകുന്ന സമ്പത്തും ഉണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 1-2 തിരുവചനത്തിൽ അബ്രാഹത്തിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിലും പറയുന്നു, ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്കൊന്നിച്ച് താമസിക്കാൻ മതിയാവാത്ത വിധം, സ്ഥലം തികയാത്ത വിധം അവരുടെ സമ്പത്ത് വർദ്ധിച്ചു. അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. സമ്പത്ത് വർദ്ധിച്ചിട്ടും ഈ പിതാക്കന്മാരാരും ദൈവത്തെ മറന്നില്ല. കാരണം സമ്പത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നില്ല. അതുകൊണ്ട് സമ്പത്ത് ഇഷ്ടം പോലെ ദൈവം അവർക്ക് നൽകി. അവരത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ആ സമ്പത്തിനെ കൈകാര്യം ചെയ്തു. അബ്രാഹം മാത്രമല്ല, ഒരു പൂർവ്വപിതാക്കന്മാർ സമ്പത്ത് കൊണ്ട് പാപം ചെയ്തിട്ടില്ല. അപ്പം യഥാർത്ഥ ദൈവസ്നേഹമുള്ളവൻ, യഥാർത്ഥ വിശ്വാസമുള്ളവൻ, ദൈവത്തെ ഒന്നാമതായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും സമ്പത്ത് കൊണ്ട് പാപം ചെയ്യുകയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാം അധ്യായം 43-ാമത്തെ തിരുവചനം പറയുന്നു, യാക്കോബ് വലിയ സമ്പന്നനായി. അവന് ധാരാളം ആടുമാടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. അപ്പോൾ ഇവർക്ക് പൂർവ്വപിതാക്കന്മാർക്കെല്ലാം ദൈവം ഇഷ്ടം പോലെ സമ്പത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിച്ചത്. അവരുടെ സമ്പത്ത് ദൈവത്തിൻ്റെ ഹിത അനുസരിച്ച് മാത്രമാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഈ സമ്പത്ത് എന്ന് പറഞ്ഞു. എങ്ങനെ ഞാൻ ഈ സമ്പത്തിനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ലുബ്ധ കാണിച്ചും നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ മുഖം വാട്ടിയും സന്തോഷത്തോടെ അല്ലാതെയും ഒക്കെ കൊടുക്കുമ്പോൾ അതൊരിക്കലും കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യില്ല. ദൈവം എനിക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിക്കേണ്ടത് എൻ്റെ ദൈവം എങ്ങനെ ഞാനത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ വേണം ഞാനത് ഉപയോഗിക്കാൻ. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം പറയുന്നു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. നമ്മൾ ഈ സമ്പത്ത് കൊണ്ട് കുറ്റം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖലകളിൽ നമ്മൾ തെറ്റ് ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിക്കും. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ ജീവിക്കുക, പക്ഷേ കുറ്റമറ്റവനായിരിക്കണം. അപ്പോൾ അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുന്നത്. അപ്പോൾ ഇത് കർത്താവിൻ്റെ വചനമാണ്, കർത്താവിൻ്റെ ആഗ്രഹമാണ്. എല്ലാവരും കുറ്റമറ്റവരായി ജീവിക്കുക, കുറ്റമില്ലാത്തവരായി, പാപമില്ലാത്തവരായി ജീവിക്കുക എന്നുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകം 44-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. കായൻ്റെയും ആബേൻ്റെയും ബലി വളരെ പ്രധാനമാണ്. ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും കർത്താവ് പ്രസാദിച്ചു, എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. വചനം ഇത്രയേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല എന്ന് വചനം പറയുന്നില്ല. കായേനിലും അവൻ്റെ കാഴ്ചവസ്തുവിലും കർത്താവ് പ്രസാദിച്ചില്ല, ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുവിലും കർത്താവ് പ്രസാദിച്ചു. എന്തുകൊണ്ടായിരിക്കാം വചനം പറയുന്നത്? ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. കായേനെ കുറിച്ച് പറയുന്നത്, കായേൻ അവൻ്റെ കൃഷിക്കാരനായിരുന്ന കായേന് അവൻ്റെ വിഭവത്തിലെ ഒരു പങ്കെടുത്ത് അവൻ കാഴ്ചവെച്ചു എന്നാണ്.
ആബേല് തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് അവിടുത്തെ വാക്കനുസരിച്ച് അവൻ കർത്താവിനുള്ള ബലിവസ്തു തിരഞ്ഞെടുത്തു. കയൻ ഒരു ഭാഗം ചുമ്മാതെ അങ്ങ് തിരഞ്ഞെടുത്തു. കർത്താവിന് കൊടുക്കാൻ പറഞ്ഞു, കുറച്ച് ഭാഗം അവൻ കൊടുത്തു. ഇത് കർത്താവിന് ഇഷ്ടമാകുമോ? അല്ലെങ്കിൽ ഏറ്റവും നല്ലതാണോ കൊടുക്കുന്നത്, അതോ ഏറ്റവും പൊട്ട് സാധനങ്ങളാണോ കൊടുത്തത്? നമുക്കറിയില്ല. പക്ഷെ എന്തായാലും കയൻ്റെ ബലിയിൽ കർത്താവ് പ്രസാദിച്ചില്ല എന്ന് വചനം പറയുന്നു. ആബേലിനെ കുറിച്ച് പറയുന്ന തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുവിലും അവിടുന്ന് പ്രസാദിച്ചുമില്ല. ഇത് ശത്രുതയ്ക്ക്, വെറുപ്പിന് കാരണമായി. ആദ്യത്തെ ആ ബലി മുതൽ ഇത് ദൈവത്തിനാണ് ഞാൻ അർപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്കുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ടത്, ഉള്ളതിൽ ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കണം എന്ന് ആബേല് തീരുമാനിച്ചു. പക്ഷേ കായൻ അത് തീരുമാനിച്ചില്ല. കായൻ ഒരു ഭാഗം എടുത്ത് കൊടുത്തു. ആർക്കു വേണ്ടി വെച്ചു? നല്ലതൊക്കെ ഒരുപക്ഷെ കായൻ്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു. കാപട്യത്തോടെയാണ് കാബേൻ എന്ന് ചെയ്യുന്നത്. അവിടെ സത്യസന്ധത പുലർത്തിയില്ല, ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല, ദൈവത്തോട് അവൻ നന്ദിയും കാണിച്ചില്ല. കാരണം ദൈവമാണ് ഇതെല്ലാം എനിക്ക് തരുന്നത്, എൻ്റെ വയലിനെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്, എൻ്റെ കൃഷിയിടത്തെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്, എൻ്റെ ജോലിസ്ഥലത്തെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്, എൻ്റെ വരുമാനത്തെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ് എന്ന് കായൻ മനസ്സിലാക്കിയില്ല. കായന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ ദൈവത്തിന് കൊടുത്തില്ല. ആബേല് ബലിയർപ്പിച്ചു, അക്കൂട്ടത്തിൽ ഞാനും ഒരു ബലിയർപ്പിക്കുന്നു, അത്രമാത്രം. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ വാക്ക് മാനിച്ചില്ല. ദൈവത്തെ മാനിക്കാത്തത് കൊണ്ട് ദൈവവും അവനെ ഏതെങ്കിലും ഒരു ഭാഗം കർത്താവിന് കാഴ്ചവെച്ചാൽ അത് കർത്താവിന് പ്രീതികരമാകണം എന്നില്ല. അപ്പം നല്ലത് കൊടുക്കാൻ അവന് വിഷമമായതുകൊണ്ട് അവൻ്റെ മുഖം വാടി. അവന് കൊടുക്കാൻ ഇഷ്ടമില്ലാതിരുന്നു. അവൻ ലുബ്ധ കാട്ടി, അവൻ്റെ മുഖവും വാടി. ദൈവത്തിന് ബലിയർപ്പിച്ചപ്പോൾ അവൻ പിശുക്ക് കാട്ടി. അത്യുന്നതൻ അവന് നൽകിയതുപോലെ അവന് നൽകാൻ കഴിഞ്ഞില്ല. അത്യുന്നതൻ എങ്ങനെയാണ് നൽകുക? അത്യുന്നതൻ നൽകുന്നത് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അത്യുന്നതൻ നൽകും. അപ്പം അതുപോലെയാണ് ദൈവം കൊടുക്കുന്നത്. അപ്പം ദൈവം കൊടുക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുവാൻ, അത്യുന്നതൻ നൽകിയതുപോലെ അത്യുന്നതന് ദശാംശമായിട്ട് കൊടുക്കുവാൻ നല്ലൊരു മനസ്സുണ്ടാകണം. അത് കർത്താവ്. അപ്പം നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ മുറുകെ പിടിക്കരുത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ ഹൃദയത്തെ മുറുകെ പിടിച്ചാൽ അത് എന്നെങ്കിലും അവിടെ നിന്ന് പറിക്കപ്പെടും. അപ്പോൾ നമുക്ക് വേദനിക്കും, ചൊര വരും, മുറിവേൽക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ സമ്പത്തിനെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്ത് നമ്മളതിനെ മാറ്റി നിർത്തി ദൈവം ആഗ്രഹിക്കുന്ന പോലെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവം അതിനെ പൂർവ്വപിതാക്കന്മാർക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ ദൈവം നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് തരും. അപ്പം ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം, ഞാൻ കാഴ്ച സമർപ്പിക്കുമ്പോഴുള്ള എൻ്റെ മനോഭാവം, ഇതൊക്കെയാണ് ദൈവമാകും. ലേവ്യരുടെ പുസ്തകം 27-ാം അധ്യായം 30-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്, അത് കർത്താവിന് വിശുദ്ധമാണ്. ലേവ്യരുടെ പുസ്തകം 27-ാം അധ്യായം 30-ാമത്തെ തിരുവചനം, ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്, അത് കർത്താവിന് വിശുദ്ധമാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവത്തിനുള്ളത്. ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളത് മുഴുവൻ, ഈ ലോകത്തുള്ളതും നിൻ്റെ കൈവശമുള്ളത് മുഴുവനും, നിൻ്റേതായിരിക്കാം ഭൂമി, പക്ഷേ നിൻ്റേതായിരിക്കാം വരുമാനം, പക്ഷേ അത് ദൈവത്തിനുള്ളത്, ദശാംശം കർത്താവിനുള്ളതാണ്, അത് കർത്താവിന് വിശുദ്ധമാണ് താനും. അതെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണം. അത് കർത്താവ് തന്നെ അത് വിശുദ്ധമായിട്ടാണ് അത് കൈകാര്യം ചെയ്യുക. ഒരാൾ ഒരിക്കലും എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് എന്നോടിത് പറയുമ്പോൾ 1,4 ലക്ഷം രൂപ ഒരു മാസം സാലറി ഉണ്ട്. 1,4 ലക്ഷം രൂപ സാലറിയുള്ള അദ്ദേഹം ആലോചിച്ചു, ദശാംശം കൊടുക്കണമെന്ന വചനം അദ്ദേഹം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം ആലോചിച്ചപ്പോൾ 1,4 ലക്ഷം രൂപയുടെ ദശാംശം എന്ന് പറയുന്നത് 12,000 രൂപ മിച്ചം വരും. ഓരോ മാസവും അത്രയും എടുത്തു മാറ്റുക എന്ന് പറയുന്നത് വിഷമമായിരുന്നു. 12,000 രൂപ മിച്ചമെടുത്ത് ഓരോ മാസവും മാറ്റി ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കുക, ദേവാലയത്തിന് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക, ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് വിഷമമായി. പക്ഷേ ആദ്യം അദ്ദേഹത്തിന് വിഷമം തോന്നി എങ്കിലും അദ്ദേഹം ബോധപൂർവം ആ ദശാംശം എടുത്ത് മാറ്റിവെച്ചു.
അദ്ദേഹം മാറ്റിവെക്കാൻ ആരംഭിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അദ്ദേഹം റിട്ടയർഡ് ആവുന്ന സമയത്ത് PF ആയിട്ട് അദ്ദേഹത്തിന് 7 ലക്ഷം രൂപയായിരുന്നു കിട്ടാനുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം റിട്ടയർ ആയി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഇത് വർദ്ധിപ്പിച്ചു, ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അത് മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 7 ലക്ഷം രൂപ വീണ്ടും വെറുതെ കിട്ടി. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയെല്ലാം എനിക്കൊരുപാട് പണം വരുന്നുണ്ട്. കാരണം അത്രയും പൈസ ഞാനെടുത്ത് മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഒരു അനുഗ്രഹമായി ഇന്നും അദ്ദേഹം ആ ദൗത്യം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയാ, ഞാൻ സഹായിക്കാം എന്ന് പറയും. കാരണം ഓരോ മാസവും തനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ദശാംശം കർത്താവിനുള്ളതാണെന്നും അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഉചിതമായ കരങ്ങളിലൂടെ ചെല്ലണമെന്നും അദ്ദേഹം ആഗ്രഹിച്ച് ഇപ്പോഴും അദ്ദേഹം അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയാം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും വന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളാണ്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതുമാത്രമല്ല, ഒരു നഷ്ടവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വസ്തു പോലും നശിച്ചു പോകുന്നില്ല. എല്ലാം അനുഗ്രഹപ്രദമായിട്ട് തീരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വരുമാനമുള്ളവർക്ക് ദശാംശം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷമമാണ്. പക്ഷേ അത് കൊടുത്തു കഴിയുമ്പോൾ ദൈവം അതിനനുസരിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സമൃദ്ധമായി അനുഗ്രഹങ്ങൾ അറിയാത്ത ഇടങ്ങളിൽ നിന്നെല്ലാം ഉള്ള വരവ്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നുള്ള സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഇതെല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ നമ്മുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. വിധവയുടെ കാര്യം, വിധവയുടെ കൊച്ചു കാശിൻ്റെ കാര്യം നമുക്കറിയാം. 2 ചെമ്പ് തൊട്ടുകൾ ആകെ അവളുടെ കയ്യിലുള്ളത് അതാണ്. പക്ഷേ അവൾക്കറിയാം, ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടണമെന്ന ദൈവത്തിൻ്റെ തിരുമനസ്സാണ് എന്ന് അവൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവളുടെ കയ്യിലുള്ളത് മുഴുവനും അവൾ കൊണ്ടുപോയി ആ നേർച്ചപ്പെട്ടിയിൽ നിക്ഷേപിക്കുകയാണ്. കർത്താവിന് പത്രോസിനെ വിളിച്ച് പറയാം, കർത്താവ് അത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം അവരുടെ സമ്പാദ്യത്തിൽ നിന്നൊരു പങ്ക് കൊടുത്തപ്പോൾ ഈ വിധവ തനിക്കുള്ളത് മുഴുവനും, തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും ഇതാ അവിടെ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയാം. അപ്പോൾ കർത്താവിന് വേണേൽ പത്രോസിനെ വിളിച്ച് പറയാം, പത്രോസെ ആ സ്ത്രീയോട് നീ പറയുക, അവൾക്ക് ആകപ്പാടെ 2 ചെമ്പ് തൊട്ടുള്ളൂ, നീ അതിനകത്ത് ഇടണ്ട, കർത്താവ് അത് കണ്ടിരിക്കുന്നു, നീ അത് ഇടണ്ട, നീ കൊണ്ട് അരി മേടിച്ചോ എന്ന് പത്രോസിനോട് പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ കർത്താവ് അത് ചെയ്തില്ല. അവൾ ആ നേർച്ചപ്പെട്ടിയിൽ അതിട്ടു. പക്ഷെ നിശ്ചയമായും കർത്താവ് ആ വിധവയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവളുടെ ആ ഹൃദയം കണ്ട കർത്താവ് അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ട എല്ലാ കൃപകളും കർത്താവ് അവൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നമ്മുടെ സമ്പത്തിന് സ്ഥാനം നൽകാതെ ജീവിക്കുവാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അപ്പം വിധവയുടെ ഈ കാഴ്ച സമർപ്പണത്തെ കർത്താവ് വളരെ എടുത്തുയർത്തി സുവിശേഷത്തിൽ ആ വിധവയ്ക്ക് സ്ഥാനം നൽകി. അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവളായി ആ വിധവ തീർന്നു. മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. കർത്താവ് ദശാംശം മുഴുവൻ കലവറയിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. ഈ ദശാംശം കൊടുക്കുന്ന ഒറ്റ കാര്യത്തിൽ കർത്താവ് അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് മലാക്കി പറയുന്നത്. 3-ാമത്തെ അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. നിങ്ങൾ നോക്ക്, നിങ്ങളെ ദശാംശം കൊടുത്തു നോക്ക്, നിങ്ങൾ എന്നിട്ട് പരീക്ഷിച്ച് നോക്ക്, ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. എന്നിട്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ഞാൻ ശാസിക്കും. അതായത് നിങ്ങളുടെ കൃഷിഭൂമിയിൽ ഒരു ഉപദ്രവവും വെട്ടുക്കിളി വരുത്താതെ ഞാൻ അതിനെ ശാസിക്കും. മേലാലാൽ പറമ്പിൽ കയറിപ്പോകരുത് എന്ന് ഞാൻ വെട്ടുക്കിളിയോട് പറയും. അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല.
നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. നിങ്ങളുടെ പറമ്പിൽ, നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ നട്ടിട്ടുള്ള എല്ലാ ചെടികളും അത് പുഷ്പിക്കും, ധാരാളം ഫലം പുറപ്പെടുവിക്കും. അതൊരിക്കലും ഫലമുണ്ടാകാതെ, ഫലശൂന്യമായിട്ട് അത് വെറുതെ നിൽക്കുകയില്ല. പിന്നെയോ, നിങ്ങളിങ്ങനെ ദശാംശമൊക്കെ കൊടുത്ത് നിങ്ങളുടെ കൃഷിഭൂമിയിൽ വെട്ടിക്കളിയുമില്ല, ഫലശൂന്യമായിട്ട് ഒരു മരങ്ങളും നിൽക്കുകയുമില്ല. അങ്ങനെയുള്ള നിങ്ങളെ അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. അനുഗ്രഹീതർ ജനം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമെന്ന് ദൈവം നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. നമ്മുടെ സമ്പത്തിൻ്റെ മേൽ, നമ്മുടെ ദേശത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ എല്ലാ വഴികളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കൃഷിയിൽ നിന്നല്ലാതെ ഉള്ള വരുമാനത്തിൻ്റെ മേഖലകൾ മുഴുവനും അനുഗ്രഹമായി തീരും. കർത്താവ് ആഗ്രഹിക്കുന്ന ദശാംശം കൊടുക്കുന്നില്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരികയും ഇല്ല. അപ്പം ലുബ്ധ കാണിക്കും, മുഖം പാടും, അത്യുന്നതൻ നൽകിയതുപോലെ നൽകാൻ നമുക്ക് മടിയും തോന്നും. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൻ്റെ ചരിത്രം കേട്ടു. 2 മക്കൾ മാത്രമുള്ള കുടുംബം. മക്കൾ പഠിച്ച് ജോലിയൊക്കെ സമ്പാദിച്ച് വിദേശത്തായി. അപ്പോൾ ഇഷ്ടംപോലെ വരുമാനം. പക്ഷേ ഈ മനുഷ്യർ, അപ്പനും അമ്മയും ജോലിക്കാരാണ്. ഒരു 10 പൈസ പോലും ഒരു മനുഷ്യരെയും കൊടുത്ത് സഹായിക്കില്ല. എത്ര ദുഃഖദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കണ്ടാലും ഒരു നയാ പൈസ കൊടുത്ത് സഹായിക്കാൻ ആ മനുഷ്യൻ്റെ ഹൃദയം അലിയേല. ഇദ്ദേഹത്തിന് പ്രായമായി. മക്കൾ 2 വിദേശത്ത് ജോലി ചെയ്യുന്നു. ആദ്യം ഭാര്യ മരിച്ചു. അതിനുശേഷം അദ്ദേഹവും കിടപ്പിലായി. അദ്ദേഹവും മരിച്ചു. അദ്ദേഹത്തിന് ശമ്പളമുണ്ടായിരുന്ന, ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ആവുന്നത്ര സമ്പത്ത് ആ നാടിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് വാങ്ങിക്കൂട്ടി. അദ്ദേഹവും മരിച്ചു കഴിഞ്ഞ് ഈ ഭൂമികളോ ഈ സമ്പത്തോ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. മക്കൾ 2 പേരുള്ളത് വിദേശത്ത്. ആ വീടൊക്കെ അനാഥപ്രേതം പോലെ കിടക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടാത്ത സമ്പത്തായിട്ട്, അനുഗ്രഹിക്കപ്പെടാത്ത ഭവനമായിട്ട്, അനുഗ്രഹിക്കപ്പെടാത്ത കൃഷിഭൂമിയായിട്ട് അനാഥപ്രേതം പോലെ, ചുടലക്കാട് പോലെ കിടക്കുന്നു. കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അവിടെ താമസിക്കാൻ ആരുമില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അനേക മന്ദിരങ്ങൾ നിർജ്ജനമാകും എന്ന്. അക്ഷരാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഭവനം ആരും വസിക്കാൻ ഇല്ലാതെ കിടക്കുന്നു. കാരണം എന്താണ്? ജീവിതകാലത്ത് അനുഗ്രഹിക്കപ്പെടേണ്ട യാതൊന്നും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം ചെയ്തില്ല. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പരിഹാസപാത്രമായി ജനത്തിൻ്റെ ഇടയിൽ പഴങ്കഥ പോലെ നിൽക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ, ദൈവജനത്തിൻ്റെ മുമ്പിൽ പരിഹാസപാത്രമാകുക എന്ന് പറയുന്നത്. വിഡ്ഢി എന്ന് ലോകം അദ്ദേഹത്തെ നോക്കി വിളിക്കും. ഞാനൊരു കാര്യം പലപ്പോഴും ഓർക്കുമായിരുന്നു. എല്ലാ ദൈവവിശ്വാസികളും, എല്ലാ ദൈവമക്കളും, എല്ലാ കത്തോലിക്ക വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ അവരുടെ ദശാംശം കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ട് എങ്കിൽ സഭയിൽ പാവപ്പെട്ടവരായ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരു മനുഷ്യനും സഭയിലുണ്ടാവില്ല. എല്ലാ മനുഷ്യരും ദശാംശം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എങ്കിൽ. ചികിത്സിക്കാൻ കഴിവില്ലാത്ത രോഗികൾ സഭയിലുണ്ടാവില്ല. വീടില്ലാത്ത മനുഷ്യർ സഭയിലുണ്ടാവില്ല. ഒരിക്കലും ഒരു ദരിദ്രരെ നമ്മുടെ സഭയിൽ കാണാൻ സാധിക്കില്ല. എല്ലാ മനുഷ്യരും ദശാംശം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എങ്കിൽ. മലാക്കി പ്രവാചകൻ 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ എന്ന പോലെ
ഞാൻ അവരെ രക്ഷിക്കും. മലാക്കി 3:16. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ഓർമ്മിക്കുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. കർത്താവ് പറയുന്നത്, നമ്മുടെ സമ്പത്ത് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുന്നവരെ നമ്മുടെ പേരെഴുതാൻ വേണ്ടി, അങ്ങനെയുള്ളവരുടെ പേരെഴുതാൻ വേണ്ടി, അവരെ ഓർമ്മിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മുമ്പിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതപ്പെടും. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ പേരുണ്ടാവും. കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസം നമ്മൾ അവിടുത്തേക്ക്, ഈ ഗ്രന്ഥത്തിൽ പേരുള്ളവരെല്ലാം ഒരു പ്രത്യേക അവകാശമായിരിക്കും ദൈവത്തിൻ്റെ. പിതാവ് പുത്രനെ സംരക്ഷിക്കുന്ന പോലെ അവരെ സംരക്ഷിക്കും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് ആവശ്യം ഈ ഭൂമിയിൽ? ഇതിൽ കൂടുതൽ നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല. നമ്മൾ ചില മേഖലകളിലെല്ലാം അയോഗ്യരായിരിക്കും, കഴിവില്ലാത്തവരായിരിക്കും. നമ്മുടെ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിവില്ലായിരിക്കും. അറിയാമെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്കതിന് ശേഷിയുണ്ടാവില്ല. കാരണം അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ മുറുക്കെ പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ സമ്പത്ത്. പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, സഹായകനായിട്ട് ഈശോ അങ്ങേ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശുദ്ധീകരിക്കുന്നതിന്, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ജീവിതവും കുടുംബങ്ങളും ദേശവും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒരു വിശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹായകനാണ് പരിശുദ്ധാത്മാവ്. എല്ലാ കാര്യത്തിലും, ഏതൊക്കെ കാര്യത്തിൽ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ എന്നെ സഹായിക്കാൻ ഈ പരിശുദ്ധാത്മാവ് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വഴിതെറ്റിയ എല്ലാ മേഖലകളിലും തിരുത്താനുള്ള കൃപ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അങ്ങേക്ക് അവകാശമായി തീരുന്നതിനും ഞങ്ങളുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടുന്നതിനും അങ്ങ് ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.